എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നൊരു സാധാരണ ഒരു റെസിപ്പിയാണ്, ഒരു നാടൻ റെസിപ്പി. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു തുവരപ്പയറാണിത്. ഇതിപ്പോൾ തുവരപ്പയർ ഇപ്പോൾ എല്ലാവർക്കും അറിയുമോ എനിക്കറിയില്ല. നമ്മളിത് ഉണക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മളെ തുവരപ്പരിപ്പ്. ഇത് ഞാനിവിടെ പച്ച തുവരപ്പയറാണ് കറി വയ്ക്കാൻ എടുക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്. 1 കപ്പ് തുവരപ്പയറും അതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ച് ഇത് വേവിക്കുന്നുണ്ട്. ഒരു 2 വിസിൽ വരുന്നവരെ അത് വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 വിസിൽ വന്ന ശേഷം നമ്മളുടെ പയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് പൊടികൾ, മുളക് പൊടി നമ്മളുടെ എരിവനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റോളം വന്ന് വെച്ചതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ വാളൻ പുളി, ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ ഉള്ള വാളൻ പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ചത് കൂടെ ചേർക്കണം. 1 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് അരച്ചത്, നന്നായി അരച്ചെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ തേങ്ങയും ജീരകം കൂടെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറി എത്ര ലൂസായിരിക്കണോ അതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് പുളി പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. അതിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ കറി നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിനി കടുക് പൊട്ടിക്കാനായിട്ട്, ഇപ്പോൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഉലുവപ്പൊടി ആയാലും മതി. ആ ഉലുവയൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ അല്ലെങ്കിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതൊന്ന് ചതച്ചത് ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്, ഒരു നാടൻ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളുടെ ചെറിയുള്ളിയും കറിവേപ്പിലെല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് നമ്മൾ കറിയിലേക്ക്, തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നാടൻ തുവരപ്പയർ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.